നമസ്കാരം. തുടർച്ചയായ രണ്ടാം രാത്രിയും അമേരിക്ക ഇറാൻ നഗരങ്ങളിൽ ബോംബാക്രമണം നടത്തിയതിനെ തുടർന്ന് ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലെ US താവളങ്ങൾക്കും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. ഇതിനിടെ സംഘർഷത്തിന് അയവ് വരുത്താൻ ഖത്തർ വീണ്ടും ശ്രമം ആരംഭിച്ചു. ഹോർമൂസിൽ കപ്പലുകൾ ആക്രമിച്ചത് ശരിയായില്ല എന്നും ഖത്തർ ഇറാനെ ധരിപ്പിച്ചു. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ പുലർച്ചെ മുതൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഇന്ന് പുലർച്ചെ ബഹ്റൈനിൽ 2 തവണയാണ് അപായ സൈറണുകൾ മുഴങ്ങിയത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ഏറ്റവും അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്വദേശികൾക്കും പ്രവാസികൾക്കും നിർദ്ദേശം നൽകി. കുവൈത്തിന് നേരെയും കനത്ത വ്യോമാക്രമണം ഉണ്ടായി. രാജ്യത്തിന് നേരെ വന്ന മിസൈലുകളും ഡ്രോണുകളും കുവൈറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് വിജയകരമായി പ്രതിരോധിച്ചു. US ആക്രമണങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാൻ നഗരങ്ങളായ ബുഷെഹർ, ചബാഹർ, ബന്ദർ അബ്ബാസ്, സിറേഖ് എന്നിവിടങ്ങളിലാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇറാനിൽ 2 ദിവസമായി തുടരുന്ന US ആക്രമണങ്ങളിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഇറാൻ നേതൃത്വം തന്നെ ഫോണിൽ വിളിച്ച് ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അങ്കാറയിൽ നടന്ന നാനോ ഉച്ചകോടിക്ക് ശേഷം അമേരിക്കയിലേക്ക് മടങ്ങുമ്പോൾ എയർഫോഴ്സ് 1 വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. ഇറാന്റെ നേതൃത്വം തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഒരു കരാറിലെത്താൻ അവർ ആഗ്രഹിക്കുന്നതായി അവർ സൂചിപ്പിച്ചു. ഒരു ധാരണയിലെത്താൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ രാത്രി ഇറാനിലെ 90-ലധികം ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ US സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഈ ആക്രമണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ശരിക്കും ഒരു പ്രതികാര നടപടിയായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. നന്ദി.